ഹായ് ഫ്രണ്ട്സ്, മായാവി ട്രേഡിങ്ങിൻ്റെ TTM എന്ന് പറഞ്ഞാൽ ട്രേഡ് മണി മാനേജർ പെർ ട്രേഡ് മണി മാനേജ്മെൻറ്റ്. അപ്പോൾ TTMൻ്റെ ഒരു ഷീറ്റാണത്. ഓക്കെ, കാൽക്കുലേറ്ററാണെന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ MTG ഡബിളും ത്രിബിളും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ എന്താ പറയുക, ക്യാപിറ്റൽ അധികം ഇല്ലാത്തവർ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അറിയാത്തവർ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഒരു 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ, 2500 രൂപ, 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഉള്ളവർ ഫസ്റ്റ് തന്നെ ട്രേഡ് എടുക്കുന്നത് ചിലപ്പോൾ 1000 രൂപ, 1500 രൂപ ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ 2000 രൂപ ഇട്ടിട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നത്, ഫസ്റ്റ് ട്രേഡ് തന്നെ. അപ്പോൾ ആ ഒരു അറിവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലോ അപ്പ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ അക്കൗണ്ട്, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബിഗിനറായാലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ശരി, അവർക്കിത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് മായവി ട്രേഡിങ്ങിൻ്റെ ഈ മണി മാനേജ്മെൻറ്റിൻ്റെ ഇത് നമ്മുടെ TTM ഷീറ്റ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ TTMൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ VIP ഗ്രൂപ്പ്, ഇതാണ് VIP ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെയിൻ ഇതിൽ പോവുക. മായവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ പുതിയൊരു ജിമെയിൽ ഉപയോഗിച്ചിട്ട്, പഴയ ഏതെങ്കിലും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ സെക്ഷൻ തുടങ്ങുന്നു. നമുക്ക് സെക്ഷൻസ് 11:30 ഉണ്ട്, 2 PM ഉണ്ട്, 9 PM ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്. എൻ്റെ ക്യാപിറ്റൽ ഒരു 6547 ആണെന്ന് വെക്കാം. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ ഞാൻ അടിച്ചു. നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാം. ടാർഗറ്റ് നിങ്ങളായിട്ടൊന്നും ടൈപ്പ് ചെയ്യരുത്. ഞാനിവിടെ ഓരോ ദിവസവും ടാർഗറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. 2%, 2.5%, 3%, 3.5%. ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് ഞാനിവിടെ ടാർഗറ്റ് ഇവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇന്നലത്തെ ടാർഗറ്റ് വന്ന് 2% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2% നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്, ട്രേഡ് എമൗണ്ട്. ഓക്കെ, ട്രേഡ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്യരുത്. ട്രേഡ് എമൗണ്ട്, ഓരോ ട്രേഡിനും എമൗണ്ട് വ്യത്യാസമുണ്ട്, ഓരോ സിഗ്നലിനും എമൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ട്രേഡ് എമൗണ്ട്, അതിവിടെ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് ഡെയിലി ടാർഗറ്റ് എന്ന് പറയുന്നത് വരുന്നത്. ഇവിടെ ഡെയിലി ടാർഗറ്റ് എന്ന് നേരത്തെ വന്നിട്ടുണ്ട്. 131 രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രകാരം നിങ്ങൾ ആ ഒരു സെക്ഷനിൽ, നമുക്ക് 3 സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സെക്ഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെക്ഷനാണോ എടുക്കുന്നത്, നിങ്ങളിപ്പോൾ മൂന്ന് സെക്ഷൻ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല, ചിലവർ എടുക്കുന്നവരുണ്ടാവും, ചിലവർക്ക് ജോലി തീർക്കാൻ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏത് സെക്ഷനായാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ടാർഗറ്റ് എത്രയാണോ ഡെയിലി ടാർഗറ്റ്, ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാപിറ്റലുള്ളൊരു വ്യക്തിക്ക് ഡെയിലി ടാർഗറ്റ് എന്ന് പറയുന്നത് 131, അല്ലെങ്കിൽ ആ സെക്ഷൻ ടാർഗറ്റ് 131 രൂപയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ നിങ്ങളുടെ ഡേ ടാർഗറ്റ് എത്രയാണ്, 2000. ഇവിടെ ഞാൻ ടാർഗറ്റ് 3 ആണ് തരുന്നതെങ്കിൽ 3000. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബേസ്ഡ് ഓൺ യുവർ ക്യാപിറ്റലിനനുസരിച്ച് എന്താവും, നമ്മുടെ ടാർഗറ്റും അതുപോലെ തന്നെ എല്ലാം വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്രേഡ് എമൗണ്ട് 75. ഇവിടെ ട്രേഡ് എമൗണ്ട് 75 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോവാണ്. ട്രേഡ് എടുക്കാൻ പോകുന്നത് ഈ 75 rupees ഇട്ടിട്ടല്ല ട്രേഡ് എടുക്കേണ്ടത്. യുവർ ട്രേഡ് എമൗണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ വന്നേക്കണം കേട്ടോ, 98, ഏറ്റവും ലാസ്റ്റ്. ഈ എമൗണ്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ഉപയോഗിക്കേണ്ടത്. കാരണം 75 എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ബേസിക് എമൗണ്ടിൽ വെച്ചിട്ടാണ് പറയുന്നത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡ്, ഫസ്റ്റത്തെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് 98 rupees ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അതെങ്ങാനും ലോസ് ആവുകയാണെങ്കിൽ അത് MTG എത്രയാണെന്നുള്ളത് പോലും ഞാൻ ആ എമൗണ്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരും. നിങ്ങളായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടിയിട്ട് ഡബിൾ ഇടാനും. ഇവിടെ ട്രേഡ് എമൗണ്ട് 75 ആണ്, പക്ഷേ MTG ഞാൻ 74 പറയണേ. മനസ്സിലായോ? പണ്ട് എങ്ങനെയായിരുന്നു, 75 ഇട്ടു, MTG 150, അങ്ങനെ അങ്ങോട്ട് പോകും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയല്ല, MTG ആയാലും ശരി, ഇതായാലും ശരി, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ഈ ഡെയിലി ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. ചിലപ്പോൾ 10-20 സിഗ്നൽ എടുക്കേണ്ടി വരും, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ടൈമല്ല നമുക്ക് ഇതിവിടെ വേണ്ടത്. നമ്മുടെ ക്യാപിറ്റൽ പോകാതെ നമ്മുടെ ഡെയിലി ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 25, ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു 2.5 ലക്ഷം രൂപയുള്ള ഒരു വ്യക്തിയാണെന്ന് വെക്കുക, പോട്ട് 75,000 രൂപയുള്ള വ്യക്തിയാണെന്ന് വെക്കുക. അയാളുടെ 1,500 രൂപയാണ് അയാളുടെ ഡെയിലി ടാർഗറ്റ്, ആ സെക്ഷൻ ടാർഗറ്റ്. അയാൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് 1125-നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്രയാണ് എമൗണ്ട് പറയുന്നത്? ഞാനിവിടെ 250 പറയുകയാണെങ്കിൽ അയാൾക്ക് 3,750 വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ 75 പറയുന്നതെങ്കിൽ അയാളുടെ 1125 ഞാൻ ഈ ഒരു ചെറിയ എമൗണ്ടേ പറയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ആ എമൗണ്ട് വരിക. ഞാൻ എത്രയാണ് എമൗണ്ട് ഇവിടെ പറയുന്നത് അതിനനുസരിച്ചാണ് അവിടെ ട്രേഡ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഓൺലി ഈ വൈറ്റ് കാണുന്ന പ്ലേസിൽ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വേറെ എവിടെയും കൊണ്ട് ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇതൊന്ന് ഈ പേപ്പർ ഒന്ന് ലോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ട്, അത് ശരിയാവുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും ടൈപ്പ് ചെയ്യാൻ പോരുത്, നിങ്ങൾ ഈ വൈറ്റ് പ്ലേസിൽ മാത്രം ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കുക. ഓക്കെ, ഇത് അപ്ഡേറ്റഡ് വേർഷനാണ്, നിങ്ങളൊന്നും കൂടെ കറക്റ്റായിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ നമുക്ക് പറ്റുമെങ്കിൽ അതും കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.